ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. നമ്മൾ 2 ദിവസം മുന്നേ പണ്ടായിരുന്നു സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെന്ന് വേണ്ടി വന്നിട്ട് ചിങ്ങഞ്ചിറ ക്ഷേത്രവും പെരിങ്ങോട്ടുശ്ശേരി കളവും ഏകദേശം 15 കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കാലിലെ ലെഗ്മെന്റിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ പണ്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരും. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നു. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കവർ ചെയ്യുന്ന വേണ്ടി നമ്മൾ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് കാലിൻ്റെ ലെഗ്മെന്റിന്റെ വേദനയൊക്കെ മാറിയിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. കൊല്ലങ്കോടിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പ്രകൃതി ഭംഗിയായിട്ട് നമ്മൾ കാണുന്നത്. ഗ്രീനറിയാണ് മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ നേരെ ആ റോഡ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ശാന്തിഗിരി അഗ്രോ ഫാം എന്ന് പറയുന്നൊരു ഫാമിൻ്റെ കാഴ്ചകളാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അവിടെ നേരെ നമ്മൾ ചെന്നെത്തുന്നത് തന്നെ ഫ്രണ്ട്സ് 2 സൈഡും പാടശേഖരം, നടുക്കൂടെ ഉള്ള ചെറിയ റോഡ്. നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുള്ള ആ ഒരു ചെറിയൊരു വീടിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ വീടാണത്. നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുണ്ടാകും. കൊല്ലക്കോടിനെ കുറിച്ചുള്ള പല റീൽസിലും ആ വീടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഫ്രണ്ട്സ്, നെല്ലിയാമ്പതി മലനിരകളിലൂടെ ചെറുതായിട്ട് അരുവി ഇങ്ങനെ ഊർന്ന് ഇറങ്ങുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ. ചെറുതായിട്ട് അങ്ങനെ മഞ്ഞും മൂടി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നെല്ലിയാമ്പതി മലനിരകളിൽ മഞ്ഞ് മൂടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പ്ലസ് നിങ്ങൾക്ക് എത്രത്തോളം കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ടോ, വെള്ളം ചെറിയ രീതിയിൽ അരുവി ഊർന്ന് ഇറങ്ങുന്നതുണ്ടോ. മഞ്ഞുള്ളതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റാത്തത്. ഫ്രണ്ട്സ്, നിങ്ങൾ പല റീലുകളിലും കണ്ടിട്ടുള്ള ആ വീടാണ് ഇത്. ഈ വീട് പൂട്ടിക്കിടക്കാണത്. പഴയൊരു വീടാണ്. ഇതുണ്ടോ, നിങ്ങൾ ഈ പല റീലുകളിലും കണ്ടിട്ടുണ്ടാവും ഈ പൊളിഞ്ഞ് കിടക്കുന്ന ചെറിയൊരു വീട്. പക്ഷെ ആ ലോങ് ആംഗിളിൽ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ കൊല്ലങ്കോടിന്റെ ബ്യൂട്ടി എടുത്തു നിൽക്കും ഈ വീട് കാണുമ്പോൾ തന്നെ. ഫ്രണ്ട്സ്, ഞാനൊരു 3 വർഷം മുന്നേ ഇവിടേക്ക് വരുമ്പോൾ പക്ഷേ അപ്പോൾ ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മൊക്കിലായിട്ട് ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ജ്യൂസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ ഞാൻ കണ്ടു മൊക്കിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വഴിക്കാണെങ്കിൽ ധാരാളം കടകളുണ്ട്. ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകും കാണാനായിട്ട്. ഫ്രണ്ട്സ്, പോകുന്ന വഴിക്ക് നല്ല ശക്തമായ കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നോയ്സ് ഭയങ്കരമായിട്ട് കയറി വരും. അത് കാരണം നമ്മൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വെള്ളച്ചാട്ടൻ്റെ അടുത്ത് പോയിട്ട് കാണാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ നമ്മൾ അടുത്തെത്തും തോറും നമ്മൾ നെല്ലിയാമ്പതി മലനിരകളുടെ അടുത്തേക്ക് എത്തിയ പോലെ ഒരു ഫീലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചായിട്ട് കാണുള്ളൂ. പക്ഷെ നമ്മൾ ഏകദേശം 6 കിലോമീറ്ററോളം അവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ വന്നിട്ടാ. പക്ഷെ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണില്ല. വീഡിയോ അത്രയും ദൂരം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും ഏകദേശം. ഫ്രണ്ട്സ്, ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ആദ്യം ഞാൻ വരുമ്പോൾ ഇവിടെ എങ്ങനെയോ അല്ലായിരുന്നു, മൊത്തത്തിൽ മാറിപ്പോ. സീതാർകുണ്ട് വാട്ടർഫാൾസ് മൊത്തത്തിൽ മാറി. ഞാനൊരു 2 കൊല്ലം മുന്നേ വരുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് ഡെവലപ്മെന്റ് പറഞ്ഞ ഇതാണ്. മൊത്തത്തിൽ മാറി. ഫ്രണ്ട്സ്, ഞാനൊരു 2-3 കൊല്ലം മുന്നേ വരുമ്പോൾ ഇവിടെ മൊത്തം കാട് പിടിച്ച് നിൽക്കുകയായിരുന്നു. ഒന്നും നമുക്ക് വഴി കൂടി ഇല്ലായിരുന്നു പ്രോപ്പറായിട്ട്. ഇപ്പോൾ വെട്ടിത്തെളിച്ച് റോഡായി, കടകളായി, മൊത്തത്തിൽ കമ്പിയിലേക്ക് കെട്ടി, മൊത്തത്തിൽ മാറി. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, വെള്ളച്ചാട്ടത്തിൽ വെള്ളം തീരെ കുറവാണ്. നമ്മൾ മഴക്കാലം കഴിഞ്ഞിട്ട് വരുന്ന ആ ടൈമിങ്ങിലാണ് നിറയെ വെള്ളം ഒഴുകുന്നത്. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം ആ മലയുടെ ഇടുക്കിലൂടെ ഒഴുകി
ഇതാണ്ട് താഴോട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. ഇതുണ്ടോ, വെള്ളം തീരെ കുറവാണിപ്പോൾ. ഫ്രണ്ട്സ്, നമ്മൾ പ്രതീക്ഷിച്ചത് നിറയെ വെള്ളം ഉണ്ടാവും, കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ്. വെള്ളം തീരെയില്ല. മറിച്ച് ഇതുണ്ടോ, ആകെ കുറച്ച് വെള്ളമുള്ളൂ. ചെറിയ നീർച്ചാല് പോലെ ഒഴുകുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ കണക്കൂട്ടിൽ ഇങ്ങനെയല്ലായിരുന്നു. അടിപൊളിയായിട്ട് നല്ല ഹൈ ഫോഴ്സിൽ വെള്ളം ഒഴുകുന്നുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത്. നിറയെ വെള്ളം ഉണ്ടാവും, അടിച്ചു പൊളിച്ച് വരുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയ നീർച്ചാല് പോലെയാണ് ഒഴുകുന്നത്. അപ്പോൾ മഴക്കാലത്ത് ആ ടൈമിലാണ് നല്ല അടിപൊളിയായിട്ട് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ വരേണ്ടത്. മഴക്കാലം ഏകദേശം ഒരു പകുതിയോടാകുമ്പോൾ ഫുള്ളും അടിച്ചു പൊളിച്ച് വെള്ളം വരും. ആ സമയത്തേക്കാണ് വരേണ്ടത് ഇവിടെ കാണാനായിട്ട്. പിന്നെന്താ പറയുക, വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ പാറയിലൊക്കെ നിങ്ങൾ കയറി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്. കാരണം വഴുക്ക് പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ടേക്ക് നമ്മൾ പോവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിട്ടും കണ്ടിട്ട് വേണം ഇതിൽ നിൽക്കാനായിട്ട്, ചെയ്യാനായിട്ട്. ആ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം താഴെ ഇതാണ്ടോ ഇങ്ങനെ വന്നിട്ട് താഴോട്ട് ഇറങ്ങി ഇവിടെ വന്ന് പതിക്കും. ഫ്രണ്ട്സ്, ഈ സമയത്ത് ഇവിടെ വന്നിട്ട് കാര്യമില്ല. കാരണം ഈ വേനൽക്കാലത്ത് മാർച്ച്, ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിലൊന്നും വന്നിട്ട് കാര്യമില്ല. മഴക്കാലത്ത് വരണം. മഴക്കാലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പീക്ക് ടൈമില്ലേ, ആ ടൈമിൽ വന്നാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും, അടിപൊളിയാണ് കാണാനായിട്ട്. ഫ്രണ്ട്സ്, സീതാർകുണ്ടിൽ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നത് കണ്ട് ഞാനിപ്പോൾ ആശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.